ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ഓടാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേക്കണ ടൈം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 10 മണിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഫസ്റ്റ് തന്നെ യൂബർ ഓടാനായിട്ടല്ല വന്നത്, നമുക്ക് വേറെ ഒരു പേഴ്സണൽ ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പേഴ്സണൽ ട്രിപ്പ് കിട്ടാറില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പരിചയക്കാർ അങ്ങനെ കുറച്ച് ട്രിപ്പ് കിട്ടാറുണ്ട് ഫ്രണ്ട്സ് വഴിയായിട്ടൊക്കെ. അല്ലാണ്ട് നമുക്ക് യൂബറിൽ കയറുന്ന കസ്റ്റമേഴ്സ് യൂബർ ബുക്ക് ചെയ്യണവരുടെ അവരായിട്ടൊക്കെ പരിചയപ്പെട്ട് കഴിയുമ്പോൾ നമ്മളായിട്ട് ഒരു പരിചയമായി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ നമ്പർ മേടിച്ചിട്ട് അങ്ങനെ വിളിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ അങ്ങനെ വിളിച്ചേക്കണം. അപ്പോൾ ഇവർ തന്നെ ഇടയ്ക്ക് വേറെ വിളിക്കാറുണ്ട്. നമ്മൾ യൂബറിൽ ഓടണ സമയത്ത് പേഴ്സണൽ ട്രിപ്പ് എടുത്താലൊന്നും കുഴപ്പമില്ല, അങ്ങനെ യൂബറിൽ പ്രശ്നമായിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് പേഴ്സണൽ ട്രിപ്പ് കിട്ടുമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ അങ്ങനെ വന്നേക്കണേ. ഇപ്പോൾ സമയം ഒരു 10 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ഫ്രൈഡേ ആണ്, 21-ാം തീയതി. അപ്പോൾ ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു 50 കിലോമീറ്റർ ഉണ്ട്. കലവൂരം എന്ന് പറഞ്ഞ ഒരു പള്ളിയിലേക്കാണ്, ആലപ്പുഴയിൽ കൃപാസനം എന്ന് പറയും. കൃപാസനം എന്നാണ് പള്ളിയുടെ പേര്, കലവൂര് സ്ഥലത്തിൻ്റെ പേര്, അങ്ങോട്ടാണ്. അപ്പോൾ അവിടേക്ക് ഇവിടെ നിന്ന് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഒരു 50 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ റിട്ടേൺ ഒരുക്കിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഒരു കിലോമീറ്ററിന് പേഴ്സണൽ ട്രിപ്പ് എടുക്കാൻ നേരത്ത് 18 രൂപ ആ റേഞ്ചിലൊക്കെ മേടിക്കാറ്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ തന്നെ 100 കിലോമീറ്റർ ആകുമ്പോഴത്തേക്കും 1800 രൂപ നമുക്ക് കിട്ടും, വലിയ കുഴപ്പമില്ല. അപ്പോൾ ഇതിപ്പോൾ ഫോട്ടോ വെച്ച് വെള്ളിയുടെ അവിടെയാണ് ഉള്ളത്, വെള്ളി ഗ്രൗണ്ടില്ലേ ട്രീ ഒക്കെ ഉള്ള അവിടെയാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്നാണ് പിക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഒരു 10 മണിയൊക്കെ കഴിയുമ്പോൾ എത്തിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ട് യൂബർ ഓടാലാന്ന് ഓർത്താ. അപ്പോൾ ഇപ്പം ഈ ഒരു ട്രിപ്പ് കിട്ടിയേക്കണ കൊണ്ടിട്ട് നമുക്ക് നേരത്തെ ഇവിടെ അവർ ഒരു ഉച്ച കഴിയുമ്പോഴത്തേക്കും എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ യൂബർ ഓടിക്കഴിഞ്ഞാൽ ഒരു 14,000 രൂപ ഒപ്പിക്കാൻ പറ്റുമെന്നാണ് ഒരു വിശ്വാസം. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ തിരിച്ചെത്തണ ടൈം പോലേക്ക് ഇരിക്കും. അപ്പോൾ ഈ ഒരു ട്രിപ്പിനൊരു വെയിറ്റിംഗ് എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഒരു 12,000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് യൂബറിൽ 2,000 രൂപ കൂടെ ഒപ്പിച്ച് കഴിഞ്ഞാൽ 4,000 രൂപയൊക്കെ ഒപ്പിക്കാൻ പറ്റും. അങ്ങനെ ഒരു പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. എങ്ങനെ ആയിരിക്കുമെന്ന് പറയാൻ പറ്റില്ല. പിന്നെ നമുക്ക് പേഴ്സണൽ ട്രിപ്പ് കിട്ടാറില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഫ്രണ്ട്സുമായിട്ടുള്ള ഇതിൽ കിട്ടും, അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പരിചയക്കാർ തമ്മിൽ കിട്ടും, എയർപോർട്ട്, അങ്ങനെയൊക്കെ കുറേ ട്രിപ്പ് കിട്ടാറുണ്ട്. അപ്പോൾ ഇപ്പം കിട്ടിയേക്കണെന്ന് പറഞ്ഞാൽ യൂബറിൽ ഓടിയിട്ട് പരിചയപ്പെട്ട ആള് അങ്ങനെ വിളിച്ചെനിക്ക് കിട്ടിയേക്കണ ട്രിപ്പാണിത്. അപ്പോൾ എന്തായാലും പിക്ക് ചെയ്യാൻ വേണ്ടിയാണ്. ബാക്കിയൊക്കെ നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് എല്ലാ ഡീറ്റെയിൽസും നോക്കാം. അപ്പോൾ നമ്മതേ കൃപാസനത്തിൽ എത്തിയിട്ടുണ്ട്, ഇവിടെ കലവൂര്. അപ്പോൾ ഒരു 1.5 മണിക്കൂർ എടുത്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് എത്താൻ. അതിൽ ഒരു 50 കിലോമീറ്റർ ഒറ്റ ഉണ്ടായുള്ളു. വേറെ ബ്ലോക്കൊന്നും ഉണ്ടായില്ല ഈ റോട്ടിൽ. നമ്മ തുറവൂരിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി പോകുന്നതുകൊണ്ട് വലിയ ബ്ലോക്കൊന്നുമില്ല. അപ്പോൾ അവരങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ കിലോമീറ്ററിന് നോർമലി ഒരു 18 രൂപയൊക്കെ വെച്ചാണ് ചാർജ് ചെയ്യണത്. ഇപ്പം യൂബറിൽ ഇപ്പം നമ്മ അവിടെ നിന്ന് ഇങ്ങോട്ട് ബുക്ക് ചെയ്യാൻ നേരത്ത് ഈ ഒരു 100 കിലോമീറ്റർ ഒറ്റ ഉള്ളതുകൊണ്ടിട്ട് ഒരു 1,800 രൂപ മേടിക്കും. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു 11:45 ഇവിടെ എത്തിയിട്ട് ഇപ്പോൾ അവർ പോയേക്കണം. അപ്പോൾ ഒരു കുറച്ച് നേരമൊക്കെ ഒരു 1/4 മണിക്കൂർ 1 മണിക്കൂർ ഒറ്റയ്ക്കൊന്നും നമ്മ വേറെ ചാർജ് ആഡാക്കില്ല. അതും കഴിഞ്ഞിട്ട് പിന്നെയും ഒരു 1 മണിക്കൂർ കഴിഞ്ഞൊരു മൊത്തം ഇപ്പോൾ വന്നിട്ട് ഇപ്പോൾ 11:45 വന്ന് 12:45 1:45 അങ്ങനെയൊക്കെ ആയി കഴിയാൻ നേരത്ത് നമ്മ 1 മണിക്കൂറിന് ഒരു 200 രൂപ വെച്ചൊക്കെ ചാർജ് ആഡാക്കാൻ തുടങ്ങും. അപ്പോൾ പിന്നെ അവിടെ നിന്ന് യൂബർ നമ്മൾ ബുക്ക് ചെയ്യാനാണെങ്കിൽ ഈ പറഞ്ഞ റേറ്റ് തന്നെ വരണ്ടേ. ആ യൂബറിൻ്റെ ആപ്പിൽ കയറി നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും 1,850 രൂപ ആ റേഞ്ച് വൺ സൈഡ് വരുന്നുണ്ട്. ഡ്രോപ്പ് മാത്രം എന്ന് പറഞ്ഞാൽ നമുക്കതിൽ റിട്ടേൺ ചാർജും കൂടി ആഡ് ആവുന്നുണ്ട് ഇൻ്റർസിറ്റി ആകുമ്പോഴത്തേക്കും. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ടോട്ടലി ഈ ഒരു എമൗണ്ട് വരുന്നുണ്ട് 1,800. അപ്പോൾ നമ്മളിങ്ങനെ പേഴ്സണായിട്ട് വിളിക്കാൻ നേരത്ത് അവർക്ക് ലാഭമാണ്. പിന്നെ അതിൽ യൂബറിൻ്റെ കമ്മീഷൻ പോകും, നമുക്ക് കിട്ടണത് 1,400 രൂപ അങ്ങനെയൊക്കെ ആയിരിക്കും. എന്നാലും ഇപ്പം നമ്മൾ വിളിക്കുന്നവർക്കാണെങ്കിൽ ലാഭം ഇങ്ങനെ ഇതാണ്. അപ്പോൾ അവർ നോക്കുമ്പോഴും അവരും നോക്കിയിട്ടുണ്ടാവും യൂബറിൽ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതിന് ലാഭമാണ്, നമുക്കും യൂബറിൻ്റെ കമ്മീഷൻ ഇല്ലാണ്ട് കിട്ടും. അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ അപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നമുക്ക് വെയിറ്റിങ്ങിന് ഇങ്ങനെ ചാർജ് വരും, അതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ എന്തായാലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക് പള്ളിയിലൊക്കെ കയറി ഒന്ന് പ്രാർത്ഥിച്ച് മെഴുകുതിരിയൊക്കെ കത്തിച്ചിട്ടൊക്കെ വരാലാന്ന് ഓർത്താ. ഈ കാണുന്നതാണ് ചർച്ച്, കൃപാസനം. അപ്പൊ എന്തായാലും ഒന്ന് പള്ളിയിലൊക്കെ കയറിയിട്ടൊക്കെ വരാം. അവരിനി എപ്പോൾ വരും എന്നും അവിടെ ചെന്നിട്ട് ഓർമ്മ ഡീറ്റെയിൽസും ബാക്കിയെല്ലാം നമുക്ക് നോക്കാന്നിട്ട്. അവരെ കൊണ്ടൊന്ന് തിരിച്ച് ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ടാ. അപ്പോൾ ഇപ്പോൾ 1:45 ആയിട്ടില്ല, 1:40 ആ ഒരു ടൈം ആയിട്ടുള്ളു. തോമ്പടിയിലുണ്ട് ഇപ്പം ഞാൻ. അവരെ ഡ്രോപ്പ് ചെയ്ത് അപ്പോൾ അതിൽ അവിടെ ഒരു പോസ്റ്റ് ഒന്നും ആയില്ല. കയറി ഞാൻ ജസ്റ്റ് ഒന്ന് പള്ളി കയറി പ്രാർത്ഥിച്ചിട്ട് വരാലോന്ന് ഓർത്ത് കയറിയപ്പോഴത്തേക്കും അവർ റിട്ടേൺ ഇറങ്ങണമായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് കയറിയിട്ട് ഞാൻ തിരിച്ചു പോന്നു. അത്രയും പെട്ടെന്ന് കഴിഞ്ഞ് ഒരു 15-20 മിനിറ്റ് പോലും എടുത്തിട്ടുണ്ടാവില്ല അവിടെ. അപ്പോൾ അങ്ങനെ
അവിടെ നിന്ന് നേരെ ഇവിടെ എത്തി ഡ്രോപ്പ് ചെയ്ത്. അപ്പോൾ എൻ്റെ വണ്ടിയിൽ കുറച്ച് CNG ഉണ്ടായതാണ്, നമ്മ അതിനാണ് പോയത്. ഇപ്പം തീർന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെ തോമ്പടി പമ്പിൽ കയറിയേക്കണ് CNG അടിക്കാൻ. അവരുടെ അടുത്ത് ഞാനൊരു 1800 രൂപ മതി എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് അവർ 2000 രൂപ തന്നു. ഫുഡ് കഴിക്കാൻ വിളിച്ചിട്ട് ഞാൻ പോയില്ലായിരുന്നു. 2000 രൂപ അത് കുഴപ്പമില്ല, ഫുഡ് കഴിക്കാന്നൊക്കെ പറഞ്ഞ് വെച്ചോ എന്നൊക്കെ പറഞ്ഞ് 2000 രൂപയ്ക്ക് തന്നു. അപ്പോൾ എന്തായാലും കൊള്ളായിരുന്നു. പെട്ടെന്ന് പരിപാടിയും കഴിഞ്ഞ് ഒരു 200 രൂപ കൂടുതലും കിട്ടിയിട്ടുണ്ട്. ഇപ്പം സമയം ഒരു 1:45 അത് തോമ്പടി പമ്പിലയക്കണം. എന്തായാലും CNG ഒക്കെ ഫില്ല് ചെയ്യണം. അങ്ങനെ ഒരു 780 രൂപക്ക് CNG അടിച്ച് മൊത്തം വറ്റിക്കണായിരുന്നു. അപ്പോൾ അങ്ങനെ CNG അടിച്ച് പിന്നെ ഇവിടെ നിന്ന് ഒരു ഫുഡ് കഴിച്ച്. കസിൻസ് എന്ന് പറഞ്ഞൊരു ഷോപ്പാണ്, സീ ഫുഡ് റെസ്റ്റോറൻറ്റ്. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. ഫുഡ് അടിയും കഴിഞ്ഞ് ഇപ്പോൾ ഒരു 3:15 ഇപ്പോൾ ഓൺ ചെയ്യാൻ പോണാണ്. ഇനി ഈ ഒരു ടൈം ആയിട്ട് പോസ്റ്റ് ആയിരിക്കുമോ പെട്ടെന്ന് തന്നെ കിട്ടുമോ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഒരു 3:15 ആയിട്ടുണ്ട് ടൈം. ഓൺ ചെയ്യാൻ പോണേ. നമ്മ ഇന്നിപ്പോഴാണ് ഫസ്റ്റ് ഓൺ ചെയ്യണത്. ഇപ്പോൾ സെൽഫി എടുക്കാം. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അങ്ങനെ നമ്മ ഓൺലൈനിലായിട്ടുണ്ട്. ഇനി ട്രിപ്പ് അടിക്കണം. ഇപ്പോൾ ഒരു 3:15 സമയം. അപ്പോൾ ഈ ഒരു ടൈമിന് ഒരിടത്തേക്ക് പോകാനൊന്നും ഇല്ല. ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാലാന്ന് ഓർത്തിരിക്കണാണ്. ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടെ തന്നെ തണലത്തേക്ക് എങ്ങോട്ടെങ്കിലും മാറ്റിയിട്ട് വെയിറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. നോക്കാം നമുക്ക് ഇത്ര ടൈം എടുക്കുമെന്നും കിട്ടുമെന്നൊക്കെ പെട്ടെന്ന് തന്നെ. പെട്ടെന്ന് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക്. ഇവിടെ അടുത്തുനിന്ന് തന്നെ ഒരു 5 മിനിറ്റ് പോലും എടുത്തില്ല ഓൺ ചെയ്തിട്ട്. അപ്പം തന്നെ അടിച്ചിട്ടുണ്ട്. ഭാഗ്യമുണ്ട്. ഞാൻ എന്തായാലും പിക്ക് ചെയ്യട്ടെ പോയി. അങ്ങനെ ഫസ്റ്റത്തെ ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത്. അത് ഫോറം മാളിന്റെ അടുത്തേക്കായിരുന്നു. അപ്പം ഞാൻ പതിയെ ഫോറം മാളിന്റെ അങ്ങോട്ട് അടുപ്പിച്ചിട്ടപ്പോഴത്തേക്കും ഇവിടെ നിന്ന് ലുലുവിലേക്ക് അടുത്ത ട്രിപ്പ് എടുത്തിട്ടുണ്ട്. അത് പിക്ക് ചെയ്യാം. അത് ലുലു കൊണ്ടൊന്ന് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. അടുത്ത ട്രിപ്പിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അവിടെ നിന്ന് ഇങ്ങോട്ടൊരു 10 കിലോമീറ്റർ ഉണ്ടായി. പെട്ടെന്ന് എത്തി. പക്ഷെ ഇവിടെ നിന്ന് ട്രിപ്പ് കിട്ടാതെ പോവാം. പക്ഷെ ഈ നിൽക്കണ പുള്ളി ചിലപ്പോൾ നമുക്ക് ബുക്കിംഗ് കിട്ടിയിട്ടില്ലെങ്കിൽ പറഞ്ഞു വിടും. അതൊരു പ്രശ്നം. ഒരു 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ ട്രിപ്പ് കിട്ടും. നോക്കാം. പ്രതീക്ഷയോടുകൂടി വെയിറ്റിങ്ങിനാണ്. ഇയാള് പറഞ്ഞു വിടുന്നതിന് മുമ്പ് പെട്ടെന്ന് തന്നെ ഒരെണ്ണം കിട്ടിയാൽ കൊള്ളാം. ചാൻസ് ഉണ്ട് കിട്ടാൻ. പിന്നെ ബാക്കിയൊക്കെ ഭാഗ്യം പോലെ ഇരിക്കും. ഇവിടെ തന്നെ അത്യാവശ്യം ടാക്സിക്കാരുകളുണ്ട്. ബാക്കിലേക്കും കിടപ്പുണ്ട്. അപ്പോ കിട്ടാൻ ചാൻസ് കുറവായിരിക്കും. നമ്മുടെ ഭായി വന്നുണ്ട് പറഞ്ഞു വിടാനായിട്ട്. അവരെയൊക്കെ പറഞ്ഞു വിടുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് അധികം നേരം വെയിറ്റ് ചെയ്യിപ്പിക്കില്ല അവര്. പറഞ്ഞിട്ട് അറിയില്ല, അവരുടെ ജോലി അതല്ലേ. നമ്മുടെ ജോലി ഇതായതുകൊണ്ട് നമ്മ ഇവിടെ പോസ്റ്റ് അടിച്ച് എങ്ങനെയും കുറച്ചു നേരം പറ്റി നിൽക്കാൻ പറ്റുമോ നോക്കിക്കണേ. വാ ട്രിപ്പേ വാ. വന്നില്ലല്ലോ ഉണ്ടാലും അടിച്ച് ഗൈസ്. വണ്ടി എടുത്ത് പോവാൻ വേണ്ടി പോയപ്പോഴത്തേക്കും അടിച്ച്. ബൈ പോന്നൊക്കെ പറഞ്ഞു വിടാൻ വേണ്ടി ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് എടുത്തപ്പോഴത്തേക്കും അടിച്ച്. ഇനി കുഴപ്പമില്ല. ഇതിപ്പോ കാണിച്ചു കഴിഞ്ഞാൽ അവര് കുറച്ചു നേരം നമ്മളെ വെയിറ്റ് ചെയ്യിപ്പിക്കും. എന്തായാലും ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കട്ടെ അവരെ. കുറച്ചു നേരം പോസ്റ്റായി കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ട്രിപ്പ് കിട്ടിയത്. കുറച്ചിങ്ങോട്ട് പോസ്റ്റ് ആയതുകൊണ്ടിട്ട് ഓടിച്ചിങ്ങോട്ട് മാറ്റാലാന്ന് ഓർത്തപ്പോ അത് റിട്ടേൺ തന്നെ പോകാനായിരിക്കണം. ഇപ്പൊ വന്ന അങ്ങോട്ട് 2 കിലോമീറ്റർ ബാക്കിലേക്ക് പോകണം. അവിടെ നിന്ന് ട്രിപ്പ് അടിച്ചേക്കണം. ആലുവക്കാന്ന് തോന്നുന്നത്. എന്തായാലും പോയെടുക്കട്ടെ. അങ്ങനെ ആലുവന്ന് കുറച്ചിങ്ങോട്ട് ഉള്ളു ഭാഗത്തേക്ക് ഒരു ട്രിപ്പ് കിട്ടിയത്. അപ്പോ ടോട്ടല് നമ്മുടെ ഏണിങ്സ് 1077 രൂപയായിട്ടുണ്ട്. സമയം ഒരു 6:50 ആയിട്ടുണ്ട്. ഇനിയിപ്പോ ഇവിടെ നിന്ന് അടിക്കാൻ ചാൻസ് കുറവാണ്. ചെറിയൊരു മഴയൊക്കെ ഉണ്ടായി ചെറുതായിട്ട്. അപ്പൊ കിട്ടിയാൽ രക്ഷപ്പെട്ട്. ഇല്ലെങ്കിൽ കാലിക്കോടിക്കേണ്ടി വരാതിരുന്നാ മതിയായിരുന്നു. നോക്കണം, വെയിറ്റ് ചെയ്ത് നോക്കാം. നേരത്തെ പൂക്കാട്ടുപടിക്ക് ഒരു ട്രിപ്പ് കിട്ടിയിട്ട് പോസ്റ്റായി പോയതാണ്. ലാസ്റ്റ് ട്രിപ്പിന് നമുക്ക് കിട്ടിയേക്കണ എമൗണ്ട് ഇതാ 222. 5 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കാം. അടുത്ത ട്രിപ്പ് അടിച്ചിട്ടുണ്ടേ. അവിടെ നിന്ന് കുറച്ചിങ്ങോട്ട് അടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആണ് അടിച്ചേക്കണത്. രാജഗിരി ഹോസ്പിറ്റലിൽ നിന്നാണ്. ചെറിയ ട്രിപ്പാ. 100 രൂപ എന്താ കിട്ടുള്ളതാണ്. ചവല്ല 2 കിലോമീറ്റർ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവുള്ളൂ. എന്തായാലും പോയി നോക്കട്ടെ പിക്ക് ചെയ്ത്. ഇപ്പൊ എടുക്കാൻ വന്ന ട്രിപ്പാണ്. ഇതില് 3 കിലോമീറ്റർ അപ്പുറം അവിടെ നിന്നാണ് ഓടി ഇങ്ങോട്ട് വന്നത്. പിന്നെ നമ്പർ അടിച്ച് പോകാനുള്ള 750 മീറ്ററേ ഉള്ളു പോവാൻ.
അവർക്ക് എന്തോ കാലിനൊക്കെ പാടില്ലാത്തവരാണ്. അപ്പൊ പിന്നെ ഞാൻ ഇങ്ങോട്ട് തന്നെ ലക്ഷ്യമാക്കിയാണ് ഓടിച്ചോണ്ട് ഇന്നയിച്ചത്. അതുകൊണ്ട് കുഴപ്പമില്ല. ട്രിപ്പ് കോമഡി ആയിരുന്നു കേട്ടോ. 104 രൂപയാണ് എനിക്ക് കിട്ടിയേക്കണം. അതില് ഇതുണ്ട 0.71 750 മീറ്റർ ആകെ ഓടാണ്ട് ആള്. ഈ ട്രിപ്പ് കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നത് 3 കിലോമീറ്ററിന്റെ അപ്പുറം. പിന്നെ അങ്ങോട്ട് തന്നെ ഹോസ്പിറ്റലിൽ അങ്ങോട്ട് പോയി നോക്കാന്ന് പറഞ്ഞാ വന്നത്. ഇപ്പൊ ഒരു 7:20 ആവാറായിട്ടുണ്ട്. അപ്പൊ തിരിച്ച് ആ ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് തന്നെ പോയി ഒന്നും കൂടി വെയിറ്റ് ചെയ്ത് നോക്കാലോന്ന് ഓർത്ത. എറണാകുളം ഭാഗത്തേക്ക് ഒരു ട്രിപ്പ് കിട്ടിയില്ലെങ്കിൽ ഇവിടെ കിടന്ന് കറങ്ങൂന്ന് തോന്നണം. നോക്കട്ടെ. ഒരു 10-15 മിനിറ്റ് ആയി ഇവിടെ വെയിറ്റ് ചെയ്യണം. പക്ഷെ ട്രിപ്പ് ഒന്നും കിട്ടാനില്ല. ഇവിടെ തന്നെ മാറി കിടന്നു കഴിഞ്ഞാൽ ചിലപ്പോ പെട്ടുപോകാൻ ചാൻസ് ഉണ്ട്. അവിടേക്ക് അത് കുറെ വണ്ടികൾ കിടപ്പുണ്ട്. കാണാൻ പറ്റുമെന്ന് അറിയില്ല. ആംബുലൻസിന്റെ ഒക്കെ അപ്പുറമൊക്കെ ആയിട്ട് കണ്ടോ, അങ്ങോട്ടൊക്കെ കുറെ വണ്ടികൾ നിരന്ന് കിടപ്പുണ്ട്. അപ്പോ പതിയെ ഓടിച്ചിവിടുന്ന് മാറിയാലാന്നിരിക്കണം. ഇവിടുന്ന് ആലുവക്ക് ഒരു 5 കിലോമീറ്റർ ഉള്ളത്. പക്ഷെ ആലുവ ചെന്നാൽ ഈ സമയത്ത് ട്രിപ്പ് കിട്ടിയ ആലുവയിൽ തന്നെ ഉള്ളേരിയയിലൂടെ കിട്ടിയ പണിയാണ്. നമുക്ക് പിന്നെ എറണാകുളം ഭാഗത്തേക്ക് ഇങ്ങോട്ടെങ്കിലും കിട്ടിയാലേ രക്ഷയുള്ളു. ഒരു 5 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്തിട്ട് പതിയെ ഓടിക്കാലാന്ന് ഓർത്ത. എന്തായാലും നോക്കട്ടെ. അങ്ങനെ കറങ്ങിത്തിരി നമ്മുടെ ലുലു മാളിൽ എത്തിയിട്ടുണ്ട്. വേറെ ട്രിപ്പ് ഒന്നും കിട്ടിയില്ല. ആലുവയില് കുറച്ചു നേരം വെയിറ്റ് ചെയ്ത്. പിന്നെ അവിടെ കിടന്ന ഉള്ളേരിയയിലേക്ക് തന്നെ ട്രിപ്പ് കിട്ടി ഞാൻ പെട്ടുപോകുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ടിട്ട് ഞാൻ കിലോമീറ്റർ ഒന്നും നോക്കിയില്ല. ഒരു 12 കിലോമീറ്റർ വരെ അതിൽ കൂടുതൽ ഇങ്ങോട്ട് ഓടിച്ചാണ് ഇവിടെ എത്തിയത്. ഇനിയിപ്പോ ഇവിടെ നിന്ന് അടിക്കുമായിരിക്കും പെട്ടെന്ന് തന്നെ നോക്കണം. ചെറുതായിട്ട് പോസ്റ്റ് ആയെങ്കിലും ഒരെണ്ണം അടിച്ചിട്ടുണ്ട് കലൂര് കത്രിക്കടവ് ഭാഗത്തേക്ക്. എന്തായാലും ഇതിന്റെ അകത്തുനിന്ന് തന്നെ കിട്ടി. ഇവിടെ ഭായിമാര് വന്ന് പോകുമെന്ന് പറഞ്ഞോണ്ടിരിക്കണേ, അതാ ഒരു പ്രശ്നം. ഭാഗ്യത്തിന് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. കടവന്ത്ര കലൂര് ആ ഒരു ഭാഗത്തേക്കാണ്. എന്തായാലും ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കട്ടെ. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ട്രിപ്പ് ആയിരിക്കും ഇത്. ഫോർട്ട് കൊച്ചിയിലേക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇനി ഇങ്ങോട്ട് വരില്ല. അപ്പോ എന്തായാലും അത് പിക്ക് ചെയ്തിട്ട് ബാക്കി ഞാൻ പറയാം. അപ്പൊ നമ്മ ആ ട്രിപ്പും ക്ലോസ് ചെയ്തിട്ടുണ്ട്. ടോട്ടല് നമ്മുടെ ഏണിങ്സ് 1622 രൂപ. ടൈം ഇപ്പൊ ഒരു 10 മണി ആവാറായിട്ടുണ്ട്. രാവിലെ 10 മണി കഴിഞ്ഞപ്പോ തുടങ്ങിയതാണ് നമ്മ. അപ്പോ ഒരു 12 മണിക്കൂർ വർക്ക് ചെയ്തിട്ടുണ്ട്. അതില് 8 ട്രിപ്പാണ് നമ്മ കംപ്ലീറ്റ് ചെയ്തേക്കണം. അപ്പൊ ഇപ്പൊ ഫോർട്ട് കൊച്ചിക്ക് വന്നതുകൊണ്ട് തന്നെ അതിനിപ്പോ റിട്ടേൺ പോവില്ല. പോരാതെ നല്ല മഴയുണ്ട് കണ്ടോ, അത്യാവശ്യം നല്ല മഴയുണ്ട്. അപ്പൊ ഇന്നത്തെ കാര്യങ്ങൾ നമ്മൾ നോക്കാനാണെങ്കിൽ യൂബറിൽ നമ്മൾ ഒരു 3 മണി കഴിഞ്ഞപ്പോഴാണ് ഓടാറിങ്ങിയത്. അപ്പൊ അതില് 1600 സംതിങ് രൂപ ഏൺ ചെയ്യാൻ പറ്റി. പൊതുവെ നോർമലി ഡേ വെച്ച് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കാനാണെങ്കിൽ ഓട്ടം കുറച്ച് കുറവാർന്നെന്ന് തോന്നണം എനിക്ക്. പിന്നെ ഞാൻ ആലുവ ഒരു ഉള്ളിലേക്കൊക്കെ പോയിട്ട് കുറച്ച് നേരം പെട്ടുപോയി. പിന്നെ കുറച്ച് നേരം ഒരു 10-15 കിലോമീറ്ററോളം കാലിക്ക് ഓടേണ്ടി വന്നു. പിന്നെ അവിടെ നിന്ന് അപ്പോൾ ഓടിച്ച് എടപ്പള്ളിക്ക് വന്നുകൊണ്ടിട്ട് പിന്നെയും എനിക്ക് ട്രിപ്പ് കിട്ടിയില്ലെങ്കിൽ ഞാൻ അവിടെ കുറെ നേരം കിടന്ന് വെറുതെ പെട്ടുപോയേണ്ട ആള്. അപ്പോ രാവിലെ ഞാൻ പറഞ്ഞ ഒരു 4000 രൂപ ഏൺ ചെയ്യാൻ പറ്റുമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി. പക്ഷേ നടന്നില്ല. എന്നാലും കുഴപ്പമില്ല. നമുക്ക് ആ രാവിലത്തെ ആ ഒരു ട്രിപ്പും കൂടി ഉണ്ടായതുകൊണ്ടിട്ട് കൊള്ളാം. ഇപ്പോൾ തന്നെ ഒരു 3600 സംതിങ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ നിൽക്കണ എവിടെയെന്ന് പറഞ്ഞാൽ ഫോർട്ട് കൊച്ചിയിൽ ഇപ്പോൾ യൂബർ ഓൺ ആയതുകൊണ്ടിട്ട് നമുക്ക് ഇനിയും ട്രിപ്പ് അടിക്കും. ഈ ഏരിയ നിന്നൊക്കെ പെട്ടെന്ന് ട്രിപ്പ് അടിക്കണതാണ് സാധാരണ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടേൺ നമുക്ക് കിട്ടൂല. അപ്പോൾ ഞാൻ കാലിക്ക് പിന്നെ ഓടിച്ച് ഇങ്ങോട്ട് വരേണ്ടി വരും. ഫ്യൂവല് നോക്കാനാണെങ്കിൽ നമുക്കിനി ഒരു നാളെ ഒരു രാവിലെ ഫസ്റ്റ് 1-2 ട്രിപ്പ് എടുക്കാനുള്ള ഫ്യൂവലും കൂടി ഉണ്ട് അതിൽ. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും വിചാരിക്കണ പോലെ നടക്കണമെന്നില്ല. ഇപ്പം ഈ മാസമൊക്കെ പൊതുവെ ഇച്ചിരി ഓട്ടം കുറവാണ്. അല്ലെന്നാണെങ്കിൽ നമുക്ക് ഈ 2000 രൂപയൊക്കെ യൂബറിൽ 3 മണി തൊട്ടാണെങ്കിലും ഒപ്പിക്കാൻ പറ്റേണ്ടതായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എല്ലാ ദിവസവും ഒരേപോലെ ഇരിക്കില്ല. അപ്പോൾ ചില ദിവസം കുറവായിരിക്കും. ഇന്നിപ്പോൾ എനിക്ക് കുറവാണെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം അത്യാവശ്യം നല്ലൊരു എമൗണ്ട് എനിക്ക് ഏൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ ഇതിലെ കാര്യങ്ങൾ ഡയറക്റ്റ് കാണിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതിൽ പോരായ്മകളും എല്ലാം ഉണ്ടാവും.
അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ റിപ്ലൈ ചെയ്യും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. ബൈ.